നിൽക്കുകയാണോ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് ട്രയലിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള എപ്പിസോഡാണിത്. കഴിഞ്ഞ 2 വീഡിയോ ഈ സീരീസിലുള്ളത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ഞാവള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ ഞാവള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഉള്ള കാഴ്ചകൾ അവിടെയാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇത് നമ്മുടെ നെല്ലിയാണ്, നെല്ലി. ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഗോർ റിസോർട്ടല്ല, ഹോം സ്റ്റേ ആയിരുന്നു ഇത്. വൈൽഡ് ഗോർ ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഫുൾ മഡ് ഹൗസും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ എത്തി. ഇതിപ്പോൾ ഫങ്ഷനിങ് അല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വരുവാണെങ്കിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഹോം സ്റ്റേയിൽ കൂടുതൽ താമസിക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് പാർട്ടീസ്. 2-3 ദിവസം മുമ്പ് ഇവിടെ വന്നേച്ച് പോയ ആനയുടെ ആനപ്പിണ്ടം വന്ന് കിടക്കുന്നത്. അതുപോലെ റൂമിനകത്ത് വേറെ ചില ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ വർക്കിനായിട്ട് ഡേ ടൈമിൽ പുറത്ത് പോയി രാത്രി തിരിച്ച് വരും. കാണിച്ചു ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. ഒരു കാലത്ത് ആൾക്കാർ അടിച്ചു പൊളിച്ചിരുന്ന സംഭവമല്ലേ. ഒത്തിരി പണ്ടൊന്നുമല്ല. ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചു പൊളിച്ചു കളഞ്ഞ് ഈ കിടക്കുന്നതൊക്കെ കാട്ടുപോത്തിൻ്റെ ചാണകമാണ്. അപ്പോൾ കാട്ടുപോത്തൊക്കെ വന്ന് ഇതിനകത്ത് കയറാറുണ്ട്. നമ്മൾ പറയുവാണെങ്കിൽ കാട്ടുപോത്ത് റെസ്റ്റ് എടുക്കാറുണ്ടെന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സംഭവം. ഫുൾ മഡ് ഹൗസാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നമ്മൾ മുമ്പ് നിന്ന സ്ഥലത്തേക്കാൾ ഇവിടുത്തെ മരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾക്ക് ഉയരം കുറവാണ്. അപ്പോൾ 2 റീസണാണ് അതിനുള്ളത്. ഒന്നെങ്കിൽ ഇവിടെ ഭൂമിക്കടിയിൽ മുഴുവൻ പാറയാണ്. രണ്ടാമത് ഹൈറ്റ് കൂടുന്ന സ്ഥലങ്ങളിൽ മരങ്ങൾക്ക് പൊതുവെ ഉയരം കുറവായിരിക്കും. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. വരുന്ന വഴി കംപ്ലീറ്റ് അരിപ്പൂച്ചെടി അഥവാ നമ്മുടെ കൊങ്ങിണി ചെടിയായിരുന്നു. അപ്പോൾ ആ ചെടി കാരണം നമുക്ക് കൈ പുറത്തെടുത്തില്ല, കൈയും കാലും എല്ലാം മുറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴത്തേനും ഇന്നലെയൊക്കെ ജീൻസ് ഇട്ടുകൊണ്ടായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ ഈ ഷോർട്സ് പോലുള്ള ഡ്രസ്സ് ഒട്ടും സ്യൂട്ടബിളാണ്. പ്രൊവൈഡഡ് നമ്മൾ ഒരു കാരണവശാലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇപ്പോൾ എൻ്റെയും അലൻ്റെയൊക്കെ കൈയും കാലും എല്ലാം കംപ്ലീറ്റ് മുറിഞ്ഞിട്ടുണ്ട്. കാഴ്ചയില്ല, പക്ഷേ നമ്മളിങ്ങനെ ഇത് ഒരഞ്ഞ് പോയി കഴിയുമ്പോഴത്തേനും ഭയങ്കര നീറ്റലും ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുന്നത്. ജസ്റ്റ് ഇവിടെ കുറേ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ചിലപ്പം അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് മഡ് ഹൗസിൻ്റെ ടോപ്പിലെ പുല്ലൊക്കെ പോയിട്ടുണ്ട്. അതൊന്ന് ഗ്രൂപ്പല്ലേ സാറിനാ അങ്ങനെ നടക്കുന്നൊന്നുമില്ല. അതിനാ മെയിലെത്തുന്ന ഗ്രൂപ്പായിട്ട് നടക്കണമെന്നില്ല. ആ ഹോം സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കുന്നുണ്ട്. ആ കുന്നിന് മുകളിൽ ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഒരു വലിയ കാട്ടുപോത്തിനെ അവിടെ കാണാൻ പറ്റി. പക്ഷേ ഒരു മിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ. വീഡിയോ സൂം ചെയ്തെടുത്തുകൊണ്ട് അത്ര ക്ലാരിറ്റി കിട്ടിയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് സുരക്ഷിതമായി മറ്റു സ്ഥലത്തേക്ക് മാറി. ഒരുപക്ഷെ വൈകുന്നേരം അവൻ തിരിച്ച് ആ റൂമിൽ വന്ന് താമസിക്കുന്നുണ്ടാവും. എന്തായാലും ആൾക്കാരുടെ പ്രസൻസ് തീരെ കുറവുള്ള, കുറേ നാളുകളായിട്ട് ആൾക്കാർ വരാത്ത ഒരു മേഖലയാണെന്ന് മനസ്സിലായി. കാര്യം ജീപ്പിന് പോകാനുള്ള വീതി പോലും ഇല്ല. ഫുള്ള് കൊങ്ങിണിച്ചെടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൾക്കാരൊന്നും വന്ന യാതൊരു ലക്ഷണവും അവിടെ കണ്ടില്ല. ഭയങ്കര കുളിക്കാത്ത സെക്കൻഡ് ചാടി.
ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഇനി ഒരു കുറച്ച് ദൂരം, അതായത് നമ്മൾ ഇന്നലെ വന്ന ഒരു 1.5-2 കിലോമീറ്റർ കൂടെ ഉണ്ട്, റിവർ ക്രോസിങ്ങും എല്ലാം ഉണ്ട്. അതെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ തിരിച്ച് ട്രിപ്പ് അവസാനിപ്പിച്ച് എല്ലാവരും തിരിച്ച് പോവുകയാണ്. നമ്മൾ വട്ടവടയ്ക്ക് പോയ ട്രിപ്പിനെ അപേക്ഷിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല കാഴ്ചകളും നല്ല സ്ഥലങ്ങളുമായിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഏറ്റവും ടോപ്പിൽ ചെന്ന ബഡ് ഹൗസിൻ്റെ അവിടെ വെച്ച് കാട്ടുപോത്തിനെ കാണാൻ പറ്റി. നേരിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ദൂരത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴേ അവൻ അവിടുന്ന് കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഒറ്റയ്ക്കായിരുന്നു. നല്ല വലുപ്പമുള്ള കാട്ടുപോത്തുണ്ട് അവിടെ. ഇപ്പോൾ ഞങ്ങൾ കണ്ടതും അത്യാവശ്യം നല്ല സൈസുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയാണ് മുമ്പേ നമ്മൾ വുഡ്മാൻ സൈഡ് ഔട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പം ഇവിടുന്ന് ആ ഒരു നമ്മുടെ സ്റ്റേയോട് നമ്മൾ വിട പറഞ്ഞ് തിരിച്ച് നമ്മൾ മറയൂരിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഉച്ചഭക്ഷണം അവിടെയാണ് കഴിക്കുന്നത്. അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുക എന്നുള്ളൂ. അപ്പം അവധികളൊക്കെ തീരുന്ന ഒരു ടൈം ആയതുകൊണ്ട് മൂന്നാറിലും ഓൺ ദ വേയിലൊക്കെ നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇടുക. കുറേ ഗ്യാപ്പോട് കൂടിയാണ് ഇപ്രാവശ്യം വീഡിയോ ഇടുന്നത്. ഒത്തിരി കാലമായി, പല പല റീസൺസ് കാരണം അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തുടർന്ന് വീഡിയോകൾ ഇടുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം ജീപ്പിൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തുടർന്നും ചാനൽ കാണുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അങ്ങനെ ആ മലയുടെ മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഫുള്ള് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. താറ് മാത്രം മുൻപേ ഇറങ്ങി പോയിട്ടുണ്ട്, ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാട്ടിനകത്ത് നിന്ന് എന്തോ സൗണ്ട് കേട്ടു, പക്ഷേ എന്നാന്ന് കാണാൻ പറ്റിയില്ല. ഈ അരിപ്പൂച്ചെടി അഥവാ കൊങ്ങിണിച്ചെടി നിൽക്കുന്നത് കാരണം ഇതിനുള്ളിൽ ഇതിനെല്ലാം ഒളിച്ചിരിക്കാനുള്ള നല്ല സ്ഥലമാണ്. നമുക്കത് എന്താണെന്നുള്ളത് കാണാൻ പറ്റത്തില്ല. ഒരു കുറച്ച് പേര് മാത്രം അവിടെ ഒന്ന് ജസ്റ്റ് ചെന്ന് ബാഗ് ലഗേജൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകാം. ഞങ്ങൾ ലഗേജെല്ലാം എടുത്തിറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് കയറുന്നില്ല. ഇത് ബാലുചേട്ടൻ്റെ നമ്മുടെ പുതിയ മെമ്പറാണ് ബാലുചേട്ടൻ്റെ ജിപ്സി. തൊട്ടുപുറയിലുള്ള ബേസിലാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ കയറിപ്പോയത് പ്രമോദ്. മല ഇറങ്ങി വരുന്നതിനിടയ്ക്ക് ശരിക്കും വണ്ടി മറിയുന്നൊരു സ്റ്റേജ് എത്തിയായിരുന്നു.